വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി മന്ദഗതിയിൽ. സർക്കാർ നടത്തിയ IAS അഴിച്ചുപണിയിൽ ടൗൺഷിപ്പ് പദ്ധതിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തസ്തികയിൽ ആരെയും നിയമിച്ചില്ല. ഇതോടെ സുപ്രധാനമായ ഈ പുനരധിവാസ പദ്ധതി നാഥനില്ല കളരിയായി മാറി. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ IAS ഉദ്യോഗസ്ഥരുടെ അഴിച്ചുപണിയിലാണ് ടൗൺഷിപ്പ് പദ്ധതിക്ക് പണി കിട്ടിയത്. ടൗൺഷിപ്പിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന ഡോക്ടർ JO അരുണിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അദ്ദേഹത്തെ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായും ജലഗതാഗത ഡയറക്ടറായും നിയമിച്ചു. എന്നാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന നിർണായക പദവിയിൽ പുതിയയാളെ നിയമിച്ചിട്ടില്ല. ഇതോടെ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളും മേൽനോട്ടവും ആര് നിർവഹിക്കുമെന്നതിൽ വലിയ അവ്യക്തതയാണ് നിലനിൽക്കുന്നത്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് ദുരന്തബാധിതരുടെ പുനരധിവാസ നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഡോക്ടർ JO അരുണിനെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ചുമതലപ്പെടുത്തിയത്. ജില്ലാ കളക്ടർക്കൊപ്പം മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള ഇടപെടൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേഗത കൈവന്നിരുന്നു. എന്നാൽ പുതിയ മാറ്റത്തോടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. മുൻ സർക്കാർ ആദ്യഘട്ടത്തിൽ കൈമാറിയ 178 വീടുകളിൽ ഭൂരിഭാഗം പേരും താമസം ആരംഭിച്ചു. അതേസമയം രണ്ടാം ഘട്ടം വൈകുന്നതിൽ ദുരന്തബാധിതരും ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് ട്രൂലൻസ്.